നമ്മൾ ഇന്ന് അയില പൊരിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നോ അലിബാഗിൽ നിന്ന് കൊണ്ടുവന്ന അയിലയാണിത്. നമുക്കതൊന്ന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ്. നമ്മൾ ആദ്യം കുരുമുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയാണ് സാധാരണ എടുക്കേണ്ടത്. പക്ഷെ ചെറിയുള്ളി ഇല്ലാതെ കാരണം നമുക്ക് വലിയ ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് മസാല എങ്ങനെയാണെന്നൊക്കെ ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് മസാല ഇതൊന്ന് നന്നായിട്ട് ഫൈൻ ചെയ്ത് അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് നമുക്ക് ഉള്ളി ഇടാം. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുറച്ച് ഉപ്പ്. അത് ആവശ്യത്തിന് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ, വലിയ സ്പൂൺ ഒരു മുളക് പൊടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം അയിലുള്ളത് കാരണം. പിന്നെ അതേ ഒരു അളവിൽ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് വിനെഗർ കൂടെ ഇതിലെടുക്കുന്നുണ്ട്. കുറച്ച് എടുക്കുള്ളൂ കേട്ടോ, ഇത് ഒരു സ്പൂൺ മാത്രം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് നമ്മുടെ മസാല അയിലയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നല്ല ശരിയാക്കി എടുക്കാം. നമ്മുടെ അയില ഇവിടെ റെഡിയാണ്. അയില നമുക്കതിൻ്റെ ഉപ്പ് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ആദ്യം നോക്കിയതാണ്. നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എരിവ് പോരെങ്കിൽ നമുക്ക് മസാലയ്ക്ക് എരിവില്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ തേച്ച് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരുപാട് മസാല എടുക്കാറില്ല, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ അയില മസാലയൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് 2 അയില കുട്ടപ്പന്മാരെ എടുത്ത് നമുക്ക് തവ ഫ്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ മസാല തേക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഓയിൽ വെച്ച് തവ നമ്മൾ ഓയിൽ വെച്ച് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് വേഗടാം. അയില എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിൽ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. അതിന് മുന്നേ ഗ്യാസിന് സ്ലോ ആക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് മേലേക്ക് കയറി ഇട്ടിലൊക്കെ പൊട്ടിത്തെറിക്കും. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. അതിൽ 10-15 മിനിറ്റ് അത് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും അയില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല എണ്ണ ഉള്ളത് കൊണ്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ആദ്യം മാറ്റി പിന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഒന്ന് സെർവ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റ് അയില കൂടെ ഒന്ന് വേഗം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വിഭവം കാണിച്ചു തരാം, ലഞ്ച് കാണിച്ചു തരാം. അയില ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ലഞ്ചിന് പരിചയപ്പെടാം. നമ്മുടെ അയില ഫ്രൈ ഉണ്ട് അവിടെ. അതുപോലെ നമ്മൾ നെയ്മീൻ മുളകിട്ട് വെച്ച കറിയാണ്. ഇത് അമ്മ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ഇത് മോര് കാച്ചിയത്, ചോറ്. അപ്പം ഇന്നത്തെ ലഞ്ചിന് ഇപ്പം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും ഈ മസാലകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഈ വിഭവങ്ങളൊക്കെ.